നീണ്ട 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 ക്യൂ, നീണ്ട ക്യൂ. യെസ്, ഈ ഒരു ക്യൂവിന് കാത്തുന്നത് വോട്ടിംഗ് ഡേ. വോട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വോട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാൻ പറ്റാതെ തവണ നമ്മൾ വീട്ടിലിരിക്കാൻ, പക്ഷെ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു മഷി. എന്നാലും വീട്ടിലെത്തി ഭാഗ്യേനെ വോട്ട് ചെയ്യണം. ഓക്കെ, എന്റെ പോളിംഗ് ബൂത്തിൽ നല്ല തിരക്കായിരുന്നു. ഒരുപാട് ദൂരെ കൊണ്ട് ബൈക്ക് നിർത്തിയതാണ്. സോ ഗൈസ്, അങ്ങനെ വോട്ട് ചെയ്ത് വീട്ടിലെത്തിയതേ ഭാഗ്യ കുളിച്ച് റെഡി ആയി നിൽക്കാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇവിടെ എല്ലാം മാറ്റിയിട്ടില്ല ഗൈസ്, അങ്ങോട്ട് പോകണം. തിരൂരേക്ക് പോകണം. അതിന്റെ പോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുളിച്ച് മാറ്റാം. നമ്മളെന്താ പുറപ്പെട്ട് സുന്ദരിക്ക് എനിക്ക് സുന്ദരനാവും. അപ്പൊ നമുക്ക് ഏതായാലും കുളിച്ചിട്ട് കഴിച്ചിട്ട് കുളിച്ച് പുറപ്പെട്ട് നല്ല പുട്ടും പഴവും ഇങ്ങനെ കുഴച്ച് 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 ഇങ്ങനെ എടുത്തിട്ട് എന്റെ ലിപ്സ്റ്റിക്ക് പോകും. ഓക്കെ, കഴിച്ചിട്ട് വരാം. ഗൈസ്, എന്റെ വോട്ടിംഗ് ഇതല്ലേ യെസ്, എന്റെ വോട്ടിംഗ് കഴിഞ്ഞു. ഇനിയിപ്പൊ ഭാഗ്യേനെ വോട്ട് ചെയ്യാൻ വേണ്ടി തിരൂരേക്ക് കൊണ്ടുപോകും. ഒരുങ്ങി ഇറങ്ങേണ്ട കല്യാണത്തിന് പോകാൻ. ലിപ്സ്റ്റിക് ഒക്കെ തേച്ച് ക്യൂടെക്സ് അവിടെ എലക്ഷന് വോട്ട് ചെയ്യാൻ പോകുമ്പോ ആ കയ്യില് ക്യൂടെക്സ് ഇട്ടിട്ട് ഇനിയിപ്പം വിട്ടുന്നോ ഇങ്ങോട്ടുന്നോ എലക്ഷന് പോകുമ്പോതേ കയ്യില് ക്യൂടെക്സ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഈ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. എനിക്ക് ക്യൂടെക്സ് ഇടാൻ പാടില്ല, നെയിൽ പോളിഷ് ഇടാൻ പാടില്ല. മോളെ എന്നെ അവിടെ കേറ്റൂല മിക്കാറും. ആ സാധനം മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും നീ മാറ്റി കളഞ്ഞിട്ട് പുതിയ ചെയ്താലോ. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം. മോളെ പുറത്താക്കുന്ന വീഡിയോ എടുക്കാം. വോട്ട് ഓക്കെ, അപ്പൊ നമുക്കിവിടുന്ന് പോണ അയക്കുന്ന ഓഫീസ് കയറാനുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു അബദ്ധം പറ്റി, ഷൂ സൈസ് കുറച്ച് കൂടിപ്പോയി എടുത്ത്. അപ്പൊ അവിടെ പോയിട്ട് ഒന്ന് നോക്കണം. ഓക്കെ, അതെ അതെ അതെ, വളരെ ശരി. ശരി, എന്നാലും പോയി തരാം. നമ്മളിതാ ഓഫീസിൽ നിന്ന് ഒന്ന് കയറണം, എന്നിട്ട് വേണം പോവാനായിട്ട്. നമുക്ക് ഏതായാലും ഒന്ന് ഓഫീസിൽ കയറി വരാം. ഭാഗ്യം എന്താ, ഓക്കെ, നമുക്ക് പോയി വരാം. ഓഫീസിൽ കയറി ആവശ്യം കഴിഞ്ഞു. ഇനിയിപ്പൊ നമ്മൾ നേരെ ഷൂവിന്റെ കടയിൽ കയറിയിട്ട് അതൊന്ന് സെറ്റ് ആക്കാനുണ്ട്. അങ്ങനെ അതോടെ കഴിഞ്ഞാൽ പിന്നെ നേരെ തിരുവഴിക്ക്. ഓക്കെ, അപ്പൊ അവിടേക്ക് പോവാം. പാട്ടിട്ടെ മ്യൂസിക് മ്യൂസിക് കഴിഞ്ഞ ഇട്ടിട്ടില്ല ഉണ്ടല്ലോ അവിടെ പാട്ട്. ശരി എന്നാ. പെട്രോൾ അടിച്ച് സെറ്റാക്കി. കാണാനില്ല, സൂചി കാണിക്കല്ലേ, കൊണ്ടേ തട്ടിക്കും. ഷൂ ഷോപ്പ്. ആ ക്യൂടെക്സ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ സ്വൈര്യം തന്നിട്ടില്ലേ ഗൈസ് എനിക്ക്. ഞാൻ അറിയാതില്ലേ, ഞാൻ വെറുതെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് ക്യൂടെക്സ് പോയിട്ട്. അപ്പൊ ഒരു വൃത്തിയില്ല. അപ്പൊ ഞാനൊന്ന് പോളിഷ് ചെയ്തു. അറിയാതെ വോട്ട് ചെയ്യുമ്പോ ഈ സാധനം ഉണ്ടായി കുഴപ്പമുണ്ടോ അറിയാതെ ഞാനാണെ പറഞ്ഞും പോയി ക്യൂടെക്സ് ഇട്ടാല് വോട്ട് ചെയ്യാൻ പറ്റൂലെന്ന്. പിന്നെ അത് മതിയില്ലേ ഇതുവരെ. അത് ഇനിയിപ്പോ വോട്ട് ചെയ്ത് കഴിയണ വരെ ക്യൂടെക്സ് ഇട്ടാ വോട്ട് ചെയ്യാൻ പറ്റൂല. എന്തായാലും നമുക്ക് പോകുന്നതായിക്ക് കാണാം എന്താവും എന്നുള്ളത്. അപ്പൊ ക്യൂടെക്സ് ഇട്ട് വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്താ അറിയാം. നമ്മള് V2 ഈ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം അവിടെ തിരിച്ചു കൊടുത്തായിരുന്നു സൈസ് മാറ്റാനായിട്ട്. അവര് പറ്റില്ല എന്നാ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഒരു തവണയും കൂടെ ചോദിച്ചു നോക്കാം അല്ലേ. എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്, എടുത്ത സമയത്ത് ശ്രദ്ധിച്ചില്ല. സ്റ്റിൽ അത് ഒരു തവണ ഇട്ടും പോയി. ആ ഒരു പ്രശ്നമായിട്ട്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ആ സാധനം അപ്പം മാറ്റാൻ പറ്റില്ല, കാരണം ഓൾറെഡി അതൊരു തവണ ഞാൻ യൂസ് ചെയ്ത് പോയി. അതിന് കുഴപ്പമില്ല. ഇപ്പൊ 11, 17 ഇനിയും ലേറ്റ് ആയി ശരിയാവില്ല. അപ്പം നമ്മൾ ഓഫ്ലൈൻ ഷോപ്പിൽ നിന്ന്
ഷൂ ഒക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതെന്താ സംഭവിച്ചാലേ നമുക്ക് പറ്റണതാണോ നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഫുള്ളി നമ്മള് ചെരുപ്പാണെങ്കിലും ഷൂ ആണെങ്കിൽ പോലും എന്തെന്നായാലും നമ്മൾ അവിടെ നിന്ന് ഇട്ട് നോക്കുക. ഇട്ട് നോക്കിയിട്ട് അവിടെ ഓക്കെ കറക്റ്റ് ആണെന്നല്ല, ഇട്ട് നോക്കിയിട്ടൊന്ന് നടക്കുക. ബാക്കിൽ വണ്ടി ഇട്ട് നോക്കും വേണം, അതേപോലെ തന്നെ എന്താ പറയാ നടക്കും വേണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കണം. അപ്പോഴേ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ അവരെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി അപ്പൊ പിന്നെയാണ് വീട്ടിൽ വന്നിട്ട് അയ്യോ അതൊരു സെറ്റപ്പ് മനസ്സിലായത് അത് ലൂസാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ തന്നെ ഇട്ട് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നടക്കണം, എന്നാലേ കാര്യമുള്ളൂ. അപ്പോഴേ അറിയുള്ളൂ ടൈറ്റ് ആണോ ലൂസ് ആണോ ഫിറ്റ് ആണോ എന്താ കാര്യം അറിയുള്ളൂ. അങ്ങനെ ഡ്രസ്സിന്റെ കാര്യമായാലും അങ്ങനെ തന്നെ നമ്മള് വെച്ചാല് നമ്മളൊരു സാധനം മേടിച്ചിട്ട് നമുക്കൊരു കംഫർട്ട് കിട്ടിയില്ലെങ്കിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ വേറെ തന്നെ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ മിസ്റ്റേക്ക് ആയി പോയി. ഞാനവിടെ ഇട്ട് നോക്കില്ല. പിന്നെ ആണെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ഇടുകയും ചെയ്തു. ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മള് കൊണ്ട് കൊടുക്കണേ അവരെടുക്കുമായിരുന്നു. ഇതിപ്പം ഒരു ദിവസം ഇട്ടാല് പോലെ ചളിയായല്ലോ, അവര് യൂസ് ചെയ്ത് എടുക്കില്ലല്ലോ. നമ്മളത് വാങ്ങി ഇവിടെ റെയിൽവേന്റെ ഇവിടെ അടവാണ്. അപ്പുച്ചിക്കാണെങ്കിൽ ഉറക്കം വരുന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ സിനിമയ്ക്കൊക്കെ പോയി വന്നിട്ട് 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഉറങ്ങിയത്. അപ്പൊ 6 മണിക്ക് 7 മണിക്ക് എണീറ്റും ചെയ്തു. അപ്പൊ അധികം അങ്ങനെ ഒരു നാപ്പ് എടുക്കണം, പവർ നാപ്പ് എടുക്കണം, അല്ലെങ്കിൽ കണ്ണൊക്കെ കുഴി പോകും. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു തോന്നണു. ഇല്ല കഴിഞ്ഞിട്ടില്ല, കുറച്ചു പേരവിടെ പോസ്റ്റ് ആകും. ഓക്കെ, അപ്പൊ നിങ്ങള് വോട്ട് ചെയ്തോ? എന്താ അവസ്ഥ? നീ എന്നോട് ചോദിച്ചില്ലല്ലോ ആർക്കാ വോട്ട് ചെയ്തോന്നു? ഇല്ലല്ലോ, ചോദിച്ചാലും പറയില്ല. എന്നാലും നമുക്ക് ഭാഗ്യന്റെ വോട്ട് കൂടെ കഴിഞ്ഞിട്ട് പ്രഹസനം തുടങ്ങാം. വോട്ട് ചെയ്തതിന്റെ ഫോട്ടോ ആക്കണം. വീട്ടിലെത്തി ഗൈസ്. നമുക്ക് ഫുഡ് ഡീഹൈഡ്രേറ്റഡ് വരില്ലേ. ഷൂ വാങ്ങി, ഫോറിഞ്ചൊക്കെ പറഞ്ഞു. വലിയ വ്യത്യാസമൊന്നുമില്ല. വെറുതെ റിസ്ക് എടുക്കണ്ട. ചക്ക കുഴപ്പമില്ല, നാടൻ ചക്ക പോലെ തന്നെയുള്ളത്. ചക്കയുണ്ട്, കക്കിരി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, തൈര് സലാഡ് ഉണ്ട്. എന്താ കഴിച്ചിട്ട് ഫ്രൈഡ് റൈസ്, ചിക്കൻ, ഓഫീസിൽ ഓഫീസ് ഫോൺ വെച്ച് മറന്നു. അപ്പൊ അത് എടുക്കാൻ പോയി. ഇതൊക്കെ ആരാ ഉണ്ടാക്കി? എന്താ സ്പെഷ്യല്? ഫ്രൈഡ് റൈസ്. സാധാരണ ഞങ്ങളുള്ളപ്പോ ഞാൻ ഉണ്ടാക്കിയല്ലേ. അതെയോ? ഷെഫ്, സൂഷെഫ്. എന്താലേ ബാത്റൂമാ? ബാത്റൂമിൽ വീണതുകൊണ്ട് ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് വോട്ട് ചെയ്യാൻ വന്നിരിക്കാണ്. ഇങ്ങനെ എല്ലാരും വോട്ട് ചെയ്യാൻ റെഡി ആയിരിക്കാണ് ഗൈസ്. നമുക്ക് ഏതായാലും വോട്ട് ചെയ്തിട്ട് വരാം. ഭാഗ്യയും ഭരത്തും അച്ഛനും അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ കയറി. അപ്പൊ അവിടെ കാറാണത്തെ കുറച്ച് ടാസ്ക്. ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് കാറ് പാർക്ക് ചെയ്ത. ഏതായാലും അവിടെ ഒന്ന് പോയി നോക്കുന്ന അവസ്ഥ. ഭാഗ്യം ഒറ്റയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒന്നവിടെ പോയി നോക്കാം. അച്ഛനും അമ്മയും ഭരത്തും ഒരു ബൂത്തിലും, ഭാഗ്യം മാത്രം വേറെ സ്ഥലത്ത് പോയി നോക്കാം. എന്തായാലും കുറച്ച് മുമ്പോട്ടാണ് നടക്കാനുണ്ട്. ഓക്കെ,
വോട്ട് ചെയ്ത് വന്നിരിക്കുന്ന കേസ്. ഞാൻ പോയിട്ട് അരമണിക്കൂർ എടുത്തു, ഒരു 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. നമുക്ക് ഏതായാലും തിരൂര് പോകേണ്ട ആവശ്യമുണ്ട്, അപ്പൊ അവിടെ പോയിട്ട് വരാം. ഇവിടെ എന്താ സോളാറിന്റെ സംഭവം, റൂഫ് വെക്കണ കാര്യം എന്താ അന്വേഷിക്കാൻ തിരൂര്. പക്ഷെ ഇവിടെ പൂട്ടിയിരിക്കുകയാണ്. 1-2 കട നോക്കി, ഇവിടെയൊക്കെ പൂട്ടിയിരിക്കുക. നോക്കാം. ഇതേ അച്ഛനത് ആ നമ്പറിൽ വിളിച്ചു നോക്കുന്നു. സോറോ നോക്കാം. ടാറ്റ പവർ സോളാറിന്റെ അവരെ വിളിച്ചിട്ട് കഥ പറയാൻ തുടങ്ങി മണിക്കൂർ ഒന്നായി. നമ്മൾ ഇവിടുന്ന് ഒരു ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് ഗൈസ് കടയിൽ നിന്ന്, ഓറഞ്ചും വാട്ടർമെലണും. അപ്പൊ അത് വന്നിട്ട് കുടിച്ചിട്ടൊക്കെ പോവാം. അപ്പത്തേക്ക് അത് തീരുവോ തോന്നുന്നുണ്ട്. മറ്റേ വക്കീല് ബുദ്ധിയ ആരെങ്കിലും വിളിച്ചാ പിന്നെ എന്ത് കേസാണോ പിടിച്ചത്? പാർസല് പറഞ്ഞാണ്. വരണ്ടേ? So guys, അമ്മതാ പറയണ പരത്തിനൊരു 100 ടീഷർട്ടും 1000 ഷൂ ഉണ്ട് പറഞ്ഞു. ആർക്കെങ്കിലും ഷൂ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, ഭരത്ത് തരുന്നതായിരിക്കും. അപ്പൊ നമ്മള് ഇവിടുന്ന് ഇതിന്റെ വിലയൊക്കെ അന്വേഷിച്ചു, മറ്റേ സോളാറിന്റെ. ഇനിയിപ്പൊ നമ്മള് ഡ്രസ് എടുക്കാൻ പോവാണ്, നമുക്ക് അവിടെ എത്തിക്കണം. ഓക്കെ, ഭരത്തിന് ഷൂ എടുക്കാൻ വന്നാണ് ഗൈസ്. പേരാണ് നമ്മളെ കരടിക്കുട്ടി ഇറന്ന് നടന്നുണ്ടാ. അങ്ങനെ നമ്മൾ ആ ഷൂ കട കയറിയപ്പോൾ അച്ഛനൊരു ഷൂ എടുക്കണം എന്ന് ആഗ്രഹം. അങ്ങനെ പിന്നെ നമ്മൾ ഷൂ ഒക്കെ നോക്കി സെറ്റാക്കി അച്ഛനും കൃതാർത്ഥനായി നിൽക്കുമ്പോഴാണ് ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞത്, ആ മഴയത്തിടാൻ പറ്റില്ല. അങ്ങനെ അത് തിരിച്ചു വെച്ചു. പിന്നെ ഭരത്തിന്റെ ഷൂ സെലക്ഷൻ ഒരുപാട് സമയം എടുത്തു. അവസാനം അച്ഛൻ അബിൻദാസിന്റെ ഒരു ചെരുപ്പ് എടുത്തു. ഗൈസ്, ഒരാള് അഡിഡാസിന് ആബിദ എന്നൊക്കെയാണ് പറയണത്. ആരാണ്? എന്താണ് പറഞ്ഞത്? അല്ല എന്താ പറഞ്ഞ? ആബിദേ എന്താ പറഞ്ഞേ? ആബിദ എന്നാ പറഞ്ഞു എന്നോട്. ആബിദ. അവർക്ക് ഈ പുറത്തുള്ള ബ്രാൻഡുകളൊന്നും അധികം ഫെമിലിയർ അല്ല, അഡിഡാസ്, നൈക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും. അപ്പൊ അച്ഛനത് അബിൻദാസ് എന്നിട്ട് ആദ്യം പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ അവസാനം കുറെ കളിയാക്കി. പിന്നെ അവസാനം ആ ഷൂവും പിന്നെ അച്ഛനൊരു ചെരുപ്പും ഒക്കെ എടുത്തു. ഒരുപാട് സമയം എടുത്തു ഭരത്തിന്. അങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ ഇറങ്ങി. അങ്ങനെ ഷൂ മേടിച്ചു, അച്ഛനൊരു ചെരുപ്പ് മേടിച്ച്. മഴയത്തിടാൻ പറ്റില്ല പറഞ്ഞപ്പോ അച്ഛൻ ഷൂ എന്ന മോഹം ഡ്രോപ്പ് ചെയ്തു, ചെരുപ്പ് മേടിച്ചു. ഭരതമുള്ള ഷൂ എടുത്തു. നമ്മൾ ഇനി നെക്സ്റ്റ് ഡ്രസ് എടുക്കാൻ നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരുപാട് നേരം അലഞ്ഞതിന് ശേഷം ഭാഗ്യന്റെ ഒരു ബന്ധു വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പിൽ കയറി. അവിടെയാണ് ഓപ്പൺ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള കുറേ ഷോപ്പുകൾ അന്നത്തെ ദിവസം അവധിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ കയറി. ഭാഗ്യ അവളുടെ തെരച്ചിൽ തുടങ്ങി. ഭരത്തിന്റെ ഏരിയ അല്ലാത്തതുകൊണ്ട് ഭരത്ത് അവിടെ ഒരു നല്ലൊരു സോഫയിൽ സീറ്റ് പിടിച്ചു. പിന്നെ അച്ഛൻ അവിടെ ഇരുന്നിട്ട് മറിമായം കണ്ടോണ്ടിരുന്നു. ഇത് പിന്നെ തുടങ്ങുമ്പോഴേ എനിക്കറിയായിരുന്നു ഇത് ഒരുപാട് സമയം എടുക്കുന്നത്. ഇത് പിന്നെ ആദ്യമായിട്ടൊന്നല്ലല്ലോ ഞാൻ കാണുന്നത്, ഒരുപാട് നാളായില്ലേ. അപ്പം എനിക്ക് മാത്രമല്ല, മീൻസ് ഭാഗ്യക്ക് മാത്രമല്ല, എനിക്കും പിന്നെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം സമയം എടുക്കും എനിക്കറിയായിരുന്നു. കുറേ നേരമൊക്കെ അവളുടെ കൂടെ അങ്ങോട്ട് ഇവിടെ നിന്ന് കൊടുത്തു. അവളുടെ കൂടെ നിന്നില്ലേ പിന്നെ അത് മതി, ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് നോക്കി. എന്നിട്ട് അവസാനം മേടിക്കുന്നൊന്നും എൻ്റെ ഇഷ്ടത്തിനാവൂല. അങ്ങനെ ഒരുപാട് നേരം കഷ്ടപ്പെട്ട് തിരഞ്ഞു. അച്ഛനൊക്കെ അവിടുന്ന് ഇങ്ങനെ നോക്കിക്കുന്നുണ്ട്, ഇത് ഈ എടുത്താൽ ഇതൊന്നും തീരില്ല എന്ന് അച്ഛനും മനസ്സിലായി. ഇടയ്ക്ക് അച്ഛൻ്റെ നേരം തിരിയുന്നുണ്ട്, ഇതെങ്ങനെയുണ്ട് വെച്ചിട്ട് അച്ഛാന്ന് തലയാട്ടുന്നു. ഗൈസ്, നമ്മൾ വിഷുവിന്റെ ഡ്രസ്സൊക്കെ ഓൾമോസ്റ്റ് എടുത്തു എല്ലാവർക്കും. അവിടുത്തെ അച്ഛനമ്മയ്ക്കും ഇവിടുത്തെ അച്ഛനമ്മയ്ക്കും നമ്മളെല്ലാവർക്കും എടുത്തു. ഇനി അമ്മയുടെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ 1 മാസം കൂടെ ഉള്ളു. അപ്പൊ അമ്മയ്ക്ക് എന്ത് സാരി മേടിക്കണം എന്ന് പറഞ്ഞപ്പോ സാരി സെലക്ട് ചെയ്യാണ്. അമ്മയും ഇതേ ഭാഗ്യന്റെ സെയിം പകർപ്പ് തന്നെ. ആളും ഇതേപോലെ എല്ലാവരുടെ അടുത്തും എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ആൾ എടുക്കുള്ളൂ. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയും ഇത് വേണ്ടില്ലായിരുന്നു, മറ്റേത് മതിയായിരുന്നു. എന്തല്ലേ ഇതൊക്കെ കാണുമ്പോഴേക്കും വി മെൻ ആർ സോ സിമ്പിൾ. കഴിഞ്ഞു ഗൈസ്.
വോട്ട് ഡേ ആണ്. ബീവറേജിന് മുമ്പിലാണ് വൻ ക്യൂ. വോട്ടിന് കുപ്പി എന്നുള്ള എന്തോ ഒരു സംഭവം ഉണ്ട് തോന്നുന്നു. അവിടെയാണെങ്കിൽ ഇന്ന് അവധിയാന്ന് തോന്നുന്നു. അത്രയും പേര് അവിടെ തടിച്ചു കൊടുക്കുക. എന്തൊരു സംയമനം പാലിച്ചിട്ടാ നോക്കിയേ. നമ്മൾ പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങി. ഇനി ഒന്ന് ഞം ഞം തിന്നാം. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വന്നാ നമ്മള് ഇവിടെ റോൾസിന്റെ ഒരു കട കയറാം. ഗണപതി ഭവനൊക്കെ അടവാ. എന്താണ് അങ്ങനെ നമ്മൾ ആ റോൾസിന്റെ കടയിൽ കയറി. നല്ല ചൂടായതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തൊണ്ടയ്ക്ക് വയ്യാത്തതിനോണ്ട് പിന്നെ ഞാൻ തണുപ്പില്ലാത്ത പറഞ്ഞു. തണുപ്പുള്ള ആദ്യം എത്തിയത്. അപ്പൊ അവര് ഭരത്തും ഭാഗ്യം ആദ്യം തന്നെ ജ്യൂസ് കുടിച്ചു. പിന്നെ ഞാനൊരു ഫുൾ മീറ്റ് ഷവർമയും പിന്നെ ഭാഗ്യം ഭരത്തും മെക്സിക്കൻ ഷവർമയും അച്ഛനും അമ്മയ്ക്കും കൂടെ ചേർത്തിട്ട് ഒരു ഫുൾ മീറ്റ് ഷവർമയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിൻ്റെ അകത്തേക്ക് കയറി. ഇത് വിഷു പ്രമാണിച്ച് നമുക്ക് രണ്ടുപേരും കൂടെ അമ്മ തന്നാണ് സംഭവം. ബാങ്കിൽ അമ്മ റിട്ടയർഡ് ആവാണല്ലോ. ബാങ്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചാൽ മിച്ചുള്ളതാ ഒരു കടായി. അപ്പൊ ഭാഗ്യം ഇനി തൊട്ട് ഫുള്ള് കടായി ഉണ്ടാക്കുന്ന പറഞ്ഞു. പെൺപിള്ളേരെ കാര്യം ഇങ്ങനെ തന്നെയാണ്. അവർക്ക് ഈ പാത്രം ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ക്രൈസാ. അതിന്റെ അൺബോക്സ് ചെയ്ത് അകത്തിരിക്കുന്ന സാധനം കാണാതെ ഒരു സമാധാനമില്ല. സംഭവം വീട്ടിൽ വന്നിട്ട് പൊട്ടിച്ച് നോക്കിയാൽ മതി. ആക്രമണം കണ്ടില്ലേ. ഒരു കടായി പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെപ്രാളക്കളി മുഴുവൻ. അമ്മയാണ് പേപ്പർ ഇറക്കി കൂട്ടണം സൈഡിൽ നിന്ന്. ഇനി മുതൽ ഭാഗ്യത്തിൽ കടായി ചിക്കൻ ഉണ്ടാക്കി തരും ഡെയിലി. അല്ലേ ഭാഗ്യ? ഭാഗ്യ നമ്മുടെ വോട്ടിംഗ് ഡേ, കല്യാണം ഇലക്ഷൻ ഡേ. ആദ്യത്തെ വോട്ട് പറഞ്ഞ പഞ്ചായത്ത് കന്നിവോട്ടല്ല, വോട്ടില്ലായിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വോട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. കന്നിവോട്ടല്ല. ഒരു വോട്ട് മുന്നേ കഴിഞ്ഞു. പക്ഷെ അന്ന് എനിക്കില്ലായിരുന്നു. അതല്ല ആ അല്ല, കന്നിവോട്ട് എന്ന് പറഞ്ഞപ്പോഴേ എന്റെ ആദ്യത്തെ വോട്ടല്ലല്ലോ അത് ഉദ്ദേശിച്ച് പറഞ്ഞ. ഇലക്ഷൻ ഡേ കഴിഞ്ഞു. നമ്മളുടെ പർച്ചേസിങ്, വിഷുവിന്റെ പർച്ചേസിംഗ് കഴിഞ്ഞു. വിഷുവിന്റെ പർച്ചേസിംഗും കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.